നമ്മുടെ മനോഹരമായ കുട്ടിക്കാലം അതൊരു സ്വപ്നലോകം തന്നെയല്ലേ? കളിയും ഹാസ്യവും നിറഞ്ഞ ക്ലാസ് മുറികൾ, കൈകൾ കൂട്ടി നടക്കുന്ന കൂട്ടുകാർ, ഹോംവർക്ക് തീർക്കാതെ പറഞ്ഞു ചിരിക്കാനും ടീച്ചറെ കണ്ട് അപ്പുറം മറഞ്ഞു നടക്കാനും നമ്മളെ പഠിപ്പിച്ച കുട്ടിക്കാലം. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു കുട്ടിക്കാലം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അധ്യാപകരോട് നമുക്ക് സ്നേഹവും ബഹുമാനവും അതോടൊപ്പം അവരെ പേടിയുമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മുടെ കുട്ടിക്കാലത്ത് ക്ലാസ് റൂമുകളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ചെറിയ തെറ്റുകൾക്ക് അധ്യാപകർ നമ്മളെ സീറ്റുകൾ മാറ്റിയിരുത്തിയപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചതും അത് കണ്ട് ഒരു ക്ലാസ് മുഴുവൻ പൊട്ടിച്ചിരിച്ചതും നമ്മൾ ഓർക്കാറുണ്ടോ? ഈ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഓർമ്മകളിലേക്ക് വന്നൊരു ചെറുപുഞ്ചിരി സമ്മാനിക്കാറില്ലേ? ഒരു ക്ലാസ് റൂം പഠനത്തിൻ്റെയും പഠിപ്പുകളുടെയും മാത്രം സ്ഥലമല്ല, മനുഷ്യബന്ധങ്ങളുടെ ആദ്യ പാഠം പഠിപ്പിക്കുന്ന വേദി കൂടിയാണ്. ഓരോ കുട്ടിക്കും അവിടെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വളരാൻ ഇടം നൽകുക. ഓരോ കുട്ടികൾക്കും അവരുടെ ചെറിയൊരു ലോകമാണ് ക്ലാസ് മുറികളും ബെഞ്ചുകളും. അവിടെ ചില ബന്ധങ്ങൾ അവരെ വലുതാക്കി മാറ്റുന്നു, ചില ഓർമ്മകൾ നിത്യമായി അവരോടൊപ്പം ഇരിക്കുന്നു. ഒരു കുട്ടിയെ പെട്ടെന്നൊരു ദിവസം ക്ലാസ് മാറ്റുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ലെന്ന് ഓർക്കുക. ആദ്യം അവരുടെ മനസ്സിലേക്ക് പ്രവേശിക്കുക, പുതിയ ക്ലാസ്സിലല്ലെങ്കിൽ പുതിയ കൂട്ടുകാരുമായി പരിചയപ്പെടുത്തുക. അവർക്കവിടെ സന്തോഷവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുക. കുട്ടികളുടെ മനസ്സൊരു നനഞ്ഞ തോട്ടം പോലെയാണ്. നല്ലൊരു കൈത്താങ്ങും നൽവാക്കും നൽകിയാൽ അവിടെ പുഷ്പങ്ങൾ പുഷ്പിക്കും. ഇനി മാതാപിതാക്കളോട്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ ചെറു കനലുകൾ പോലും ശ്രദ്ധയോടെ നോക്കുക. ക്ലാസ് മാറിയതും കുട്ടികൾ മാറിയതും കൂട്ടുകാർ മാറിയതും ചിലപ്പോൾ അവരുടെ മനസ്സിന് വലിയൊരു വേദനയായി മാറാം. അവരോടൊപ്പം അല്പസമയം ഇരിക്കുക, അവരുടെ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സാന്നിധ്യം, അതുതന്നെയാണ് കുട്ടികളുടെ വലിയ സമ്മാനം.